Draw a rectangle of width 5 centimeters and height 3 centimeters. Draw a rectangle of the same area with width 6 centimeters. Draw a square of the same area. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് റൂൾസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. Draw a rectangle of width 5 centimeters and height 3 centimeters. 5 സെന്റിമീറ്റർ വീതിയും ഹൈറ്റ് 3 സെന്റിമീറ്ററും ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. Draw a rectangle of the same area with width 6 centimeter. 6 സെന്റിമീറ്റർ വീതിയുള്ള സെയിം ഏരിയ ഉള്ള വേറൊരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഇപ്പോൾ തന്നെ എന്താണ് നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, കാരണം 6 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ലെങ്ത് വരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്തുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആണ് PA × PB = PC × PD. അതായത് രണ്ട് കോഡ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ PA × PB = PC × PD എന്ന നിലയിൽ ആ കോഡ്സിന്റെ പാർട്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം വിഡ്ത്ത് 5 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, വിഡ്ത്ത് 5 സെന്റിമീറ്റർ ഉള്ള റെക്ടാങ്കിൾ വരയ്ക്കുക. ആദ്യം 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് വീതി വേണ്ടത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പസിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 സെന്റിമീറ്റർ ലെങ്ത് എടുക്കുക. കോമ്പസ് ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ. ഓക്കെ, 3 സെന്റിമീറ്റർ കിട്ടി. എന്നിട്ട് 3 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 2 എൻഡിൽ നിന്നും ഓരോ ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ 3 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്തു. ഇപ്പുറത്തെ വശത്ത് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ കോമ്പസ് വെച്ചിട്ട് 3 സെന്റിമീറ്ററിൽ ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുത്തിട്ട് 2 എൻഡിൽ നിന്നും ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുക്കുക, 90 ഡിഗ്രി കൃത്യം അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിൽ എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് 90 ഡിഗ്രി എന്ത് ചെയ്യുക, നമ്മൾ ഈ 90 ഡിഗ്രിയിലൂടെ ഒരു ലൈൻ ഈ എൻഡിലേക്ക് വരയ്ക്കുക. അപ്പുറത്തെ എൻഡിൽ അതുപോലെ തന്നെ 90 ഡിഗ്രിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഈ മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സും, ഈ ആർക്ക് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു റെക്ടാങ്കിൾ കിട്ടിയിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെയിം ഏരിയ ഉള്ള ഒരു എന്ത് വരക്കണം, മറ്റൊരു റെക്ടാങ്കിൾ നമുക്ക് വരക്കണം. ഇതിന്റെ സെയിം ഏരിയ, പക്ഷെ വിഡ്ത്ത് എത്രയാണ് വരേണ്ടത്, 6 സെന്റിമീറ്റർ ആണ് അതിന്റെ വിഡ്ത്ത് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റെക്ടാങ്കിളിനെ നമ്മൾ ഈ സെയിം വിഡ്ത്ത് 3 സെന്റിമീറ്റർ വിഡ്ത്ത് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വീണ്ടും ഒരു 3 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിനെ വീണ്ടും 3 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ലൈനിനെ 5 സെന്റിമീറ്ററിന് 8 സെന്റിമീറ്റർ എന്ന ലെങ്ത്തിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് 8 സെന്റിമീറ്റർ ഒരു ലൈൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴേക്ക്, ഇവിടെ നിന്ന് താഴേക്ക് എത്രയാണോ നമുക്ക് പുതിയ വിഡ്ത്ത് വേണ്ടത്, അത് നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് വരയ്ക്കണം. പുതിയ വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ വിഡ്ത്ത് നമുക്ക് വേണ്ടത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 6 സെന്റിമീറ്റർ, ഇവിടെ 3 ആണ്, 3 സെന്റിമീറ്റർ ആണ്. അതിനേക്കാൾ എത്ര കൂടുതൽ വേണം, 6 കൂടുതൽ, അതായത് 9 വരെ, 9 വരെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് 2 എൻഡ്സിലേക്കും, ഈ 2 എൻഡ്സിലേക്കും നമ്മൾ ഈ ഒരു ലൈനിനെ കണക്ട് ചെയ്യുക. 2 എൻഡ്സിലേക്കും ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിളിലെ 2 സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ ആദ്യം തന്നെ ഒരു എൻഡിൽ നമ്മുടെ കോമ്പസ് ഫിക്സ് ചെയ്യുക. ആ സൈഡിന്റെ ഹാഫിൽ കൂടുതൽ ലെങ്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 സൈഡിലായിട്ട് ഓരോ ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇപ്പുറ സൈഡിലും ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ആർക്ക് വന്ന പോയിന്റ്, ഈ 2 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബൈസെക്ടർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിനെ ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കൃത്യം സെന്ററിൽ വെച്ചിട്ട് പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് വീണ്ടും ആർക്ക് കട്ട് ചെയ്യുക.
ഒരു വശത്ത് നിന്ന് ആർക്ക് കട്ട് ചെയ്യുക, അപ്പുറ വശത്ത് വെച്ച ശേഷം വീണ്ടും ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈനിനെ ബൈസെക്ടറിനെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ അവിടെ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കൃത്യം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ പോയിന്റിൽ വീണ്ടും നമ്മുടെ കോമ്പസ് വെക്കുക. ആ പോയിന്റിൽ വീണ്ടും നമ്മുടെ കോമ്പസ് കൃത്യം ആ പോയിന്റിൽ തന്നെ വെക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു എൻഡിലേക്ക് നമ്മുടെ കോമ്പസിനെ കൊണ്ടുപോകുക. ഏതെങ്കിലും ഒരു എൻഡിലേക്ക് കൊണ്ടുപോയ ശേഷം ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിൾ എന്ത് ചെയ്യും, ഈ ട്രയാങ്കിളിന്റെ 3 എൻഡ്സിലൂടെയും ഈ സർക്കിൾ പാസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഫുൾ സർക്കിൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സർക്കിള് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇവിടെ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പുതിയ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. വിഡ്ത്ത് ഓൾറെഡി 6 സെന്റിമീറ്റേഴ്സ് നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞാൽ 6 സെന്റിമീറ്റേഴ്സ് വേണമെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തിക്കൊള്ളുക. എന്താണ് 6 സെന്റിമീറ്റേഴ്സ് ആണ് നമ്മുടെ പുതിയ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത് ആണ്. ആ ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ എടുക്കുക. ഓക്കെ, ആ ഒരു ലെങ്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കോമ്പസിൽ ആ ഒരു ലെങ്ത് എടുക്കുക. തീർത്ത ശേഷം ആ ഒരു ആർക്ക് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തല്ലോ, 2 സൈഡിൽ നിന്നും കട്ട് ചെയ്യാം. നമുക്ക് വേണ്ട വിഡ്ത്താണിത്. 2 സൈഡിൽ നിന്നും ആ വിഡ്ത്ത് നമ്മൾ ആർക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും 90 ഡിഗ്രി എടുത്ത് നേരത്തെ നമ്മൾ റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത പോലെ വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാം. 90 ഡിഗ്രി വേണം. ഒരു സൈഡ് നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം, മറ്റേ സൈഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ, ഈ ഷെയ്ഡഡ് പോർഷനിലുള്ള ഈ ഒരു റെക്ടാങ്കിൾ ആണ് നമ്മുടെ പുതിയ റെക്ടാങ്കിൾ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള റെക്ടാങ്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ഇതിന് പോയിന്റ്സിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത് പി ആണെങ്കിൽ ഇത് എ ബി, ഇത് സി ഡി. നമ്മൾ പഠിച്ചാണ് പി എ ഇൻറ്റു പി ബി സിക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചുള്ളതാണ്. പി എ ഇൻറ്റു പി ബി, ഇത് രണ്ടും സർക്കിളിന്റെ ഈ സർക്കിളിന്റെ 2 കോഡ്സ് ആണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണ് 4 പാർട്സ് ആയിട്ട് പി സി, പി ബി, പി എ, പി ഡി, ഇങ്ങനെ 4 പാർട്സ് ആയിട്ട് ഒരു മാറുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി ഇൻറ്റു പി ഡി ആണ്. ഓക്കെ, ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇവിടെ പൂർത്തിയാവാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനോട് സിമിലർ ആയിട്ടുള്ള വേറൊരു കൺസ്ട്രക്ഷൻ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 6 സെന്റിമീറ്റർ. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ, ഏരിയ 6 സെന്റിമീറ്റർ വരണമെങ്കിൽ സൈഡ് എന്ത് വരണം, സൈഡ് √6 സെന്റിമീറ്റർ വരണം അല്ലേ, എന്നാലാണ് √6ന്റെ സ്ക്വയർ 6 ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം, √6 എന്ന് പറഞ്ഞ ഒരു അളവ് നമ്മുടെ സ്കെയിലിൽ ഇല്ല. കാരണം √6 ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു മെത്തേഡ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയമീറ്ററും കോഡും, ഒരു കോഡിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഡയമീറ്റർ. അപ്പൊ എന്ത് വരും, അതിന് 2 പാർട്സ് ആയിട്ട് കോഡ് എന്ത് ചെയ്യും, ഈ ഡയമീറ്ററിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ പി എ ഇൻറ്റു പി ബി സി പി സി സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പി സി സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത്, ഏരിയ 6 സെന്റിമീറ്റർ വരുന്ന ഏതെങ്കിലും ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഏരിയ 6 സെന്റിമീറ്റർ വരുന്ന ഏതെങ്കിലും ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അപ്പോൾ 3 × 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു റെക്ടാങ്കിൾ കിട്ടും. അപ്പോൾ ഒരു സൈഡ് 3 ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ആദ്യം 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ആ ലൈൻ നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ 2 സെന്റിമീറ്റർ എടുക്കുക. 2 സെന്റിമീറ്റർ ലെങ്ത് നമ്മുടെ കോമ്പസിൽ എടുക്കുക. ഓക്കെ, സെന്റിമീറ്റർ ലെങ്ത് നമ്മുടെ കോമ്പസിൽ എടുക്കുക. കൃത്യം 2 സെന്റിമീറ്റർ വേണം നമുക്ക്. 2 സെന്റിമീറ്റർ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ആ 2 സെന്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു ആർക്ക് കിട്ടി. അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിലും വെച്ചിട്ട് കൃത്യം എൻഡിൽ വെക്കണം. അപ്പുറത്തെ എൻഡിൽ വെച്ചിട്ട് വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ അപ്പുറത്തെ എൻഡിൽ വെച്ചിട്ട് വീണ്ടും നമ്മളൊരു ആർക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തപോലെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രി വരാൻ പാകത്തിന് ഇത് വെച്ചിട്ട് ഒരു പോയിന്റ് ഇടാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിൽ എന്ത് ചെയ്യുക, കൃത്യം 90 ഡിഗ്രി വരുന്ന ഒരു പോയിന്റ് ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ 90 ഡിഗ്രി മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ മീറ്റ് ചെയ്യുക. ഇവിടെ മീറ്റ് ചെയ്തു. അപ്പുറത്തെ എൻഡ് ഇതുപോലെ തന്നെ മീറ്റ് ചെയ്യുക. അപ്പുറത്തെ എൻഡ് നമ്മൾ മീറ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഈ നമ്മുടെ ആർക്ക് കട്ട് ചെയ്ത് വരുന്ന ഇന്റർസെക്ഷൻ ആ ഒരു പോയിന്റ്സ് എന്ത് ചെയ്യുക, നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടി. ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണം. അതിന് ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഹൈറ്റ്, ഈ ഹൈറ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ എടുത്തിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്യുക, നമ്മുടെ ഹൈറ്റ് നമ്മൾ നീട്ടി കൊടുക്കുക. വിഡ്ത്ത് നീട്ടി കൊടുക്കുക. വിഡ്ത്ത് നീട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരക്കണം. ഓക്കെ, അപ്പോൾ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചതാണ്. ഒരെൻഡിൽ കോമ്പസ് വെക്കുക, ഹാഫിൽ കൂടുതൽ ലെങ്ത്ത് കോമ്പസിലെടുക്കുക, മുകളിലും താഴെയും ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ മുകളിലും താഴെയും ആർക്ക് വരച്ചു. ശേഷം അപ്പുറത്തെ പോയിന്റിൽ അപ്പുറത്തെ എൻഡിലും വരക്കുക. അപ്പുറത്തെ എൻഡിൽ വച്ച ശേഷം ഇതുപോലെ മുകളിലും താഴെയുമായിട്ട് രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ്സ്, ഇത് രണ്ട് ആർക്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു സെന്റർ കിട്ടും. ആ ഒരു സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ കോമ്പസ് വെക്കുക. എന്നിട്ട് നമ്മൾ വരക്കേണ്ടത് ഒരു സെമി സർക്കിളാണ്. നമ്മൾ വരക്കേണ്ടത് ഒരു സെമി സർക്കിളാണ്. ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇതിലൂടെ ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുക. ഈ സെമി സർക്കിൾ ഇവിടെ എത്തി. ഓക്കെ, ഈ സെമി സർക്കിള് എത്തുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സെമി സർക്കിൾ ഈ ഒരു ഇവിടെ രണ്ട് ലൈൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കാണാം, ഇങ്ങനെ ഒരു ലൈൻ ആണ്. ഇത് എടുക്കരുത്. നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ്, നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡ്. ആ സൈഡ് എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പോയിന്റ് ഇവിടെ ഈ ഒരു ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ എന്താണ് മിഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ വരച്ച ബൈസെക്ടർ ആണത്. അതല്ല നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈഡ്, ആ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇവിടെ നിന്നൊരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ആ സെയിം ലെങ്ത് എന്ത് ചെയ്യുക, ഇവിടെയും ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ആർക്ക് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു സ്ക്വയർ കിട്ടും. ഈ ഒരു സ്ക്വയർ ആണ് നമ്മുടെ 6 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് √6 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് PAB, ഇത് C. അപ്പോൾ നമ്മളിവിടെ PA × PB = PC സ്ക്വയർ, ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. PA × PB = PC സ്ക്വയർ. ആ PC സ്ക്വയർ എന്ന് പറയുന്നത്, PC എന്ന് പറയുന്നതാണ് √6 ആണ്. അതുകൊണ്ട് PC സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഏരിയ ആയിട്ട് വരും. √6ന്റെ സ്ക്വയർ 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഗിവൺ ബിലോ. ഓൾസോ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്.
ഈ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും കണ്ടെത്താം. അതായത് 4 വെർട്ടെക്സുകളിലെയും ആംഗിൾസ് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതുപോലെ തന്നെ അതിന്റെ ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോ ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രന്റ്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഇതിന്റെ 4 ആംഗിളുകൾ, 4 വെർട്ടെക്സിലെ ആംഗിളുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നത് ABCD എന്നാണ്. ABCD. ഓക്കെ, ABCD നമ്മൾ പേര് കൊടുത്തു. സെന്റർ ഈ മീറ്റ് ചെയ്യുന്ന ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് O എന്നും കൊടുക്കാം. ഓക്കെ, നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആദ്യം ഇതിൽ ട്രയാങ്കിൾ BOCയിലേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, ട്രയാങ്കിൾ OBCയിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്, അടുത്ത ആംഗിൾ 50 ഡിഗ്രി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മളത് 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാലോ ഇത് രണ്ടും എന്ത് ആംഗിൾസ് ആണ്? ഈ ആംഗിളും ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അവർ ഈക്വൽ ആണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ OBC ആംഗിൾ BOC ഈക്വൽ ടു എന്ത് ചെയ്യണം? 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, 100 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര കിട്ടി നമുക്ക്? 100 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇവിടെ എന്തായത്? ഓപ്പോസിറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇതും 100 ഡിഗ്രി ഈക്വൽ ടു, അപ്പോൾ നമുക്ക് അതുകൂടി എഴുതാം, ആംഗിൾ AOD ഈക്വൽ ടു 100 ഡിഗ്രി. റീസൺ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് ആംഗിൾസ് കൂടി നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ, അത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി 200 ഡിഗ്രി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ബാക്കി ഉള്ളത് എത്രയാണ്? 160 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ 160 ഡിഗ്രി എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് രണ്ട് ആംഗിളുകൾക്കും കൊടുക്കണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതാണ്? ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ AOB. എന്തുകൊണ്ട് ഈക്വൽ ആയത്? അതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ആംഗിൾ രണ്ട് ഈക്വൽ ആണ്. എന്ത് ചെയ്യണം? 360 ഡിഗ്രി മൈനസ് രണ്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ 100 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി ഈക്വൽ ടു സോറി, അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ രണ്ട് ഈക്വൽ ആണല്ലോ. അപ്പോൾ ബാക്കി വരുന്ന ആംഗിൾ എന്ത് ചെയ്യുക? രണ്ട് സ്ഥലത്തേക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 200 ഡിഗ്രി ബൈ 2 ഈക്വൽ ടു 160 ഡിഗ്രി ബൈ 2 ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? 80 ഡിഗ്രിയും 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ AOB ശ്രദ്ധിക്കുക. അപ്പോൾ ട്രയാങ്കിൾ AOBയിൽ രണ്ട് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്, 80 ഡിഗ്രി 45 ഡിഗ്രി എന്ന് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 ഡിഗ്രിയിൽ നിന്ന് രണ്ട് ആംഗിൾസ് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ AOB, ഓക്കെ, ട്രയാങ്കിൾ AOBയിൽ എന്താണ്? ആംഗിൾ ABO ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് മറ്റേ രണ്ട് ആംഗിൾസ് നമ്മൾ കൂട്ടി എഴുതാം. 80 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി, 80 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 125 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 125 ഡിഗ്രി ഈക്വൽ ടു 55 ഡിഗ്രി ഈക്വൽ ടു 55. ഓക്കെ, അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 55 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ABCD എന്ന് പറയുന്ന ഈ ഒരു ആർക്ക്, ആ ആർക്കിൽ വരുന്ന ആംഗിൾ ആണ് ഇത്. ഈ ABO എന്ന് പറഞ്ഞാൽ ABD, ABO എന്ന് പറഞ്ഞാൽ ABD എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. അതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഡിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതേ ആർക്കിലുള്ള മറ്റൊരു ആംഗിൾ ആണ് ആംഗിൾ ACD. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്തെന്ന് തന്നെ എഴുതാം? 55 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് എഴുതാം, ആംഗിൾ ACD ഈക്വൽ ടു ആംഗിൾ ABD ഈക്വൽ ടു എത്രയാണ്? 55 ഡിഗ്രി. റീസൺ എന്താ? ആംഗിൾസ് ഓൺ സെയിം ആർക്ക്. ആംഗിൾസ് ഓൺ സെയിം ആർക്ക്. ഓക്കെ,
അതുപോലെ നമുക്ക് എന്ത് എഴുതാം, മറ്റ് കുറച്ച് ആംഗിൾസ് കൂടി എഴുതാം. അടുത്ത ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അടുത്ത ആംഗിൾ നമ്മുടെ ആംഗിൾ ACB, ആംഗിൾ ACB നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ആംഗിൾ ADB, രണ്ടുപേരും ഏത് ആർക്കിലാണുള്ളത്? BCDA അല്ലെങ്കിൽ ADCB എന്ന് പറയുന്ന ഈ ഒരു ആർക്കിലാണ് ഈ രണ്ട് ആംഗിൾസ് ഉള്ളത്. അപ്പൊ അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതും? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ACB ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി. സെയിം റീസൺ ആണ്, ആംഗിൾസ് ഓൺ സെയിം ആർക്ക്, ഒരേ ആർക്കിലുള്ള ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി ഒരാളെ കൂടി നമുക്ക് എങ്ങനെ എഴുതേണ്ടതുണ്ട്? അതാരാണ്? ഈ ഒരു ആംഗിൾ നോക്കുക, ആംഗിൾ CBD. ഈ ഒരു ആംഗിളും ആംഗിൾ DAC, ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഒരൊറ്റ ആർക്കിലാണ്. CBAD എന്ന് പറയുന്ന അല്ലെങ്കിൽ DABC എന്ന് പറയുന്ന ഈ ഒരൊറ്റ ആർക്കിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പോൾ ആംഗിൾ CBD ഈക്വൽ ടു ആംഗിൾ, ഏത് ആംഗിളാണ്? CBDയോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആംഗിൾ CAD ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇതിന്റെ റീസൺ എന്താണ്? ആംഗിൾസ് ഓൺ സെയിം ആർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എത്ര ഡിഗ്രി കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഈ ഒരു ആംഗിള് 30 ഡിഗ്രി. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടെത്തിയത് എത്രയായിരുന്നു? 50 ഡിഗ്രി. ഓക്കെ, ഇത് 50 ഡിഗ്രി എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഓക്കെ, 3 സൈഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എത്രയൊക്കെയാണ് സൈഡ്സിന്റെ ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റത്തെ A, ആംഗിൾ A, മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, സൈഡ്സ് അല്ല, ആംഗിൾ A. അപ്പോൾ ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD, ഇതിന്റെ ആംഗിൾസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ABCDയുടെ ആംഗിൾസ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ആംഗിൾ A is equal to ഏതൊക്കെ ആംഗിൾസ് ആണ്? 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി. 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി is equal to 75 ഡിഗ്രി. ഓക്കെ, എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രി. ആംഗിൾ B is equal to 30 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി. 30 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി 85 ഡിഗ്രി is equal to 85 ഡിഗ്രി. ആംഗിൾ C എത്രയാണ്? ആംഗിൾ C is equal to 50 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി. 50 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി is equal to 105 ഡിഗ്രി. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ആംഗിൾ D ആണ്. അതിലൊരു ആംഗിൾ നമുക്ക് അറിയുള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്വാർട്ടറിൽ നേരത്തെ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടെത്തി നോക്കാം. നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? സപ്ലിമെന്ററി ആണ്. അപ്പൊ ആംഗിൾ B കണ്ട, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അപ്പൊ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആര്? ആംഗിൾ D എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ D നെ എന്ത് ചെയ്യാം? നമുക്ക് അത് വെച്ചിട്ട് കണ്ടെത്താം. അപ്പോൾ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ B 180 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ B കുറച്ച് കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് ആംഗിൾ D കിട്ടും. ആംഗിൾ B 85 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ D is equal to 180 ഡിഗ്രി മൈനസ് ആംഗിൾ B is equal to 180 ഡിഗ്രി മൈനസ് 85 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 85 ഡിഗ്രി ആണ്. 180 ഡിഗ്രി മൈനസ് 85 ഡിഗ്രി എത്രയാണ്? 95 ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ D 95 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് നമുക്ക് കിട്ടി. ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയാണ്? 75 ഡിഗ്രി ആണ്. ആംഗിൾ B 85 ഡിഗ്രി ആണ്. ആംഗിൾ C 105 ഡിഗ്രി ആണ്. ആംഗിൾ D 95 ഡിഗ്രി ആണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും കണ്ടെത്തി.